പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ തൃത്വമേ, ഈ ആരാധനയുടെ സമയം മുഴുവൻ പരിപൂർണമായും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ആരാധന സമയം മുഴുവൻ ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾ വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ മരുഭൂമിയിലെ 40 ദിവസങ്ങളാണ് ഞങ്ങൾ പ്രത്യേകമായ ധ്യാന വിഷയമാക്കുന്നത്. പിന്നെ ഈശോയെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. 40 പകലും 40 രാത്രിയും ഉപവസിച്ച ശേഷം അവന് വിശന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഈ ആരാധന സമയം മുഴുവൻ ഞങ്ങളെ സംരക്ഷിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, ആരാധനയുടെ ഈ വിശുദ്ധ സമയത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ പരിപൂർണമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോയെ മരുഭൂമിയെ നീ പരീക്ഷയെ നേരിട്ടതുപോലെ ബലഹീനതയുടെ സമയങ്ങളിൽ എൻ്റെ ശക്തിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നെ വിശുദ്ധിയുടെ പാതയിലേക്ക് നയിക്കണമേ. പരിശുദ്ധ തൃത്വമേ, എൻ്റെ സങ്കേതവും വഴികാട്ടിയുമാകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെയും പ്രധാന ദൂതന്മാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം ഞങ്ങൾ തേടുകയാണ്. ഈ ധ്യാന സമയം മുഴുവൻ, ഈ ആരാധനാ സമയം മുഴുവനുള്ള ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകണമേ. അനുഗ്രഹീതയായ മാതാവേ, അചഞ്ചലമായ വിശ്വാസത്തോടെ ഈശോയെ അവൻ്റെ ദൗത്യത്തിൽ അനുഗമിച്ചതുപോലെ എൻ്റെ മാനസാന്തരത്തിൻ്റെയും നവീകരണത്തിൻ്റെയും യാത്രയിൽ എന്നെ നയിക്കണമേ. പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവത്തിൽ നിന്നും എന്നെ അകറ്റുവാൻ ശ്രമിക്കുന്ന പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. വിശുദ്ധ ഗബ്രിയേൽ മാലാഖായെ, ദൈവഹിതം പിന്തുടരുവാൻ എനിക്ക് വ്യക്തതയും ജ്ഞാനവും തരണമേ. വിശുദ്ധ റഫായേൽ മാലാഖായെ, എൻ്റെ ബലഹീനതകൾ എന്നെ സുഖപ്പെടുത്തുകയും എൻ്റെ ബലഹീനതകളിൽ എന്നെ സുഖപ്പെടുത്തുകയും എൻ്റെ ബലഹീനതകളിൽ എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. സ്വർഗത്തിലെല്ലാ വിശുദ്ധരെ, ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എന്നെ തമ്പുരാൻ സുവിധത്തിലേക്ക് കൂടുതൽ കൂടുതൽ ചേർത്ത് നിർത്തുകയും ചെയ്യണമേ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ മരുഭൂമിയിലെ 40 ദിനങ്ങൾ നമ്മൾ പ്രത്യേകമായി കാണുന്നു. ഈ വായനയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോ 40 ദിവസം ഉപവസിച്ചു. ശാരീരികമായ ആശ്വാസം, അഹങ്കാരം, ശക്തി എന്നിവയാൽ പിശാച് അവനെ പരീക്ഷിച്ചു. എന്നിട്ടും ഈശോ തിരുവെഴുത്തുകളിലൂടെ പിതാവിലുള്ള വിശ്വാസത്തിലൂടെയും അവയെ ചേർത്ത് നിന്നു. യഥാർത്ഥമായ ശക്തി ലോകത്തിൽ നിന്നല്ല, മറിച്ച് ദൈവവചനത്തിൽ നിന്നും അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നുമാണ് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, പരീക്ഷകളിൽ നമുക്ക് ശക്തിയായി തീരണമേ എന്ന്. കർത്താവേ, ഇതിനെപ്പോലെ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ പ്രലോഭനങ്ങളും പോരാട്ടങ്ങളും നേരിടുമ്പോൾ നിന്റെ വചനത്തിലും കൃപയിലും ആശ്രയിച്ച് അവയെ മറികടക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാറ്റിനുപരിയായി ഞാൻ എപ്പോഴും നിന്റെ ഇഷ്ടം അന്വേഷിക്കട്ടെ. ആമേൻ. കർത്താവെ, ശക്തിപ്പെടുത്തണമേ. നിന്റെ കൃപയാൽ നിറയ്ക്കണമേ. ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. എന്നിൽ നിന്റെ ഊർജം നിറയ്ക്കണമേ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അകന്നതായി തോന്നുന്ന മരുഭൂമി നിമിഷങ്ങൾ ഏതൊക്കെയാണ്? ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന പ്രലോഭനങ്ങൾ ഏതൊക്കെയാണ്? ഈശോ ചെയ്തതുപോലെ പ്രലോഭനങ്ങളെ ചെറുക്കുന്നതിൽ
എനിക്കെങ്ങനെ ശക്തനാകാൻ കഴിയും? ധ്യാനിക്കാം. തമ്പുരാൻ്റെ സൗഹൃദത്തിലിരുന്നു കൊണ്ട് നമുക്ക് ചിന്തിക്കാം. ബലഹീനതയുടെ സമയങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ എന്നെ ശക്തിപ്പെടുത്തുന്നു. പ്രാർത്ഥനയിലൂടെയും കർത്താവിലൂടെ ആശ്രയത്തിലൂടെയും ഞാൻ പ്രലോഭനത്തെ മറികടക്കുന്നു. ഓരോ വെല്ലുവിളിയും വിശ്വാസത്തിൽ വളരുവാനുള്ള അവസരമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവായ ഈശോയെ നിന്നിൽ ആശ്രയിക്കുന്നു. സംശയത്തിൻ്റെ നിമിഷങ്ങളിൽ എന്നെ നയിക്കണമേ. ബലഹീനതയുടെ നിമിഷങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തണമേ. പ്രലോഭനത്തിൻ്റെ നിമിഷങ്ങളിൽ എനിക്ക് സംരക്ഷണമാകണമേ. കർത്താവെ, പരിശുദ്ധ കുർബാനയിൽ നിന്നോടൊപ്പം, പ്രത്യേകിച്ച് ദീപികാരുടെ ആരാധന സമയത്ത് നിന്നോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കും നമുക്ക് സങ്കല്പിക്കാം. അവിടുന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. എല്ലാ പരീക്ഷണങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവെ, എന്നെ നയിക്കണമേ. ഈശോയെ, ശാന്തമായ നിമിഷത്തിൽ ഞാൻ നിന്നോടൊപ്പം ഇരിക്കുന്നു. എൻ്റെ എല്ലാ പോരാട്ടങ്ങളും പ്രലോഭനങ്ങളും നീ മനസ്സിലാക്കുന്നു. നിൻ്റെ സ്നേഹത്തിൽ ആത്മവിശ്വാസത്തോടെ നടക്കേണ്ടതിന് നിൻ്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ. നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപര പ്രാർത്ഥനയിൽ ആത്മീയ പോരാട്ടങ്ങളിൽ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പാപത്തെയും പ്രലോഭനത്തെയും മറികടക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ശത്രുവിനെ ചെറുക്കുവാൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും തിരുവെഴുത്തിലും ആശ്രയിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാനെപ്പോഴും നിന്നോട് വിശ്വസ്തനായിരിക്കട്ടെ. കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് വെല്ലുവിളികൾ നേരിടുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്വന്തം കഷ്ടപ്പാടുകളുള്ള മരുഭൂമിയിൽ നഷ്ടപ്പെട്ടതായി തോന്നുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ നല്ല മാർഗനിർദ്ദേശവും സമാധാനവും നവീകരണവും അനുഭവിക്കട്ടെ. നിന്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ച് അവരെ നിന്നിലേക്ക് തിരിച്ച് ചേർത്ത് നിർത്തണമേ. കർത്താവെ, നന്ദിയോടുകൂടെ ഈ ദിവസത്തെ ഓർക്കുന്നു. ഈ പ്രഭാതം കാണുവാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പരീക്ഷകളിലും പ്രലോഭനങ്ങളിനോടൊപ്പം നടന്നതിന് നന്ദി. സഹിച്ചു നിൽക്കുവാനുള്ള ശക്തിക്കും ഞാൻ വീഴുമ്പോൾ നീ നൽകുന്ന കാരുണ്യത്തിനും നൽകി നന്ദി. വിശ്വാസവും സ്നേഹവും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എപ്പോഴും നിന്നിലേക്ക് തിരിയട്ടെ. ആമേൻ. കർത്താവേ, നിൻ്റെ കരുണയുണ്ടാവണമേ. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നിൻ്റെ ദിനമായി, കർത്താവിൻ്റെ ദിനമായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദിവസമാണല്ലോ. ഇന്നേ ദിവസം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാതിരിക്കുന്നവരെ യഥാർത്ഥ മരുഭൂമി അനുഭവത്തിലൂടെ ഈശോയെ നിന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വിശുദ്ധ കുർബാനയിൽ ആഴപ്പെടുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതിരിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ അവരെ നിറയ്ക്കണമേ. നിന്റെ തിരുശരീരം തങ്ങളുടെ സാന്നിധ്യം അവർക്ക് സംലഭ്യമാക്കി കൊടുക്കണമേ. രോഗങ്ങളാൽ വലയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടി വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ഈ ഒരു മരുഭൂമി അനുഭവത്തിലാണ് എന്നവരെ തിരിച്ചറിയട്ടെ. സത്താൻ്റെ പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ശക്തി അവർക്ക് ലഭിക്കട്ടെ. ഒറ്റപ്പെടലിൻ്റെ, സ്നേഹരാഹിത്യത്തിൻ്റെ, കുറ്റപ്പെടുത്തലിൻ്റെ ഒക്കെ ബന്ധനങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് അതെല്ലാം ഞങ്ങളുടെ കുടുംബങ്ങൾ പരിപൂർണമായി നീക്കം ചെയ്യപ്പെടട്ടെ. എന്നിൽ നിന്നും പരിപൂർണമായി നീക്കം ചെയ്യപ്പെടട്ടെ. എൻ്റെ കുടുംബങ്ങളിൽ നിന്നും പരിപൂർണമായി നീക്കം ചെയ്യപ്പെടട്ടെ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എല്ലാ അസ്വസ്ഥതകളും, ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളിലെ എല്ലാ അസ്വസ്ഥതകളും പരിപൂർണമായി നീക്കം ചെയ്യപ്പെടട്ടെ. പ്രത്യേകിച്ച് ഇന്നേ ദിവസം കർത്താവിൻ്റെ കാരുണ്യത്തിനായി കീണപേക്ഷിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരെല്ലാം നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ. നിൻ്റെ ഇഷ്ടത്തിലേക്ക് അവരെ ചേർത്ത് വയ്ക്കണമേ. കർത്താവെ, ഓരോ കുടുംബങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്തോഷരാഹിത്യത്താൽ അസ്വസ്ഥരായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന മക്കളുമുള്ള നല്ല കുടുംബങ്ങൾ ഈ സമൂഹത്തിലുണ്ടാവട്ടെ. പ്രത്യേകിച്ച് അനാഥാലയങ്ങളിലും
മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങളിലും മറ്റു ബാലിക ഭവനങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടായിരിക്കുന്നു. എങ്കിലും അവർ ഈ അവസ്ഥയിലായിരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ സ്നേഹവും കരുണയും അവരുടെ മേലുണ്ടാവട്ടെ. നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കണമേ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ വിഷമിക്കുന്ന സാധാരണ മക്കളുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കിടപ്പാടമില്ലാതെ ആയിരിക്കുന്ന ധാരാളം മക്കളുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നിലേക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കാതെ അകന്നു നിൽക്കുന്ന ധാരാളം മക്കളുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ അന്തഃഛിദ്രങ്ങൾ ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തിയെയും എൻ്റെ വിശുദ്ധ കുർബാനയുടെ ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും നിലനിർത്തുവാൻ വേണ്ടി കർത്താവ് നിൻ്റെ ബലിപീഠത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥയുള്ള കുടുംബങ്ങളിലെല്ലാം പരിപൂർണമായി നീക്കം ചെയ്ത് നിന്നെപ്പോലെ തൻ്റെ ഏകജാതന നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ സ്നേഹിച്ച പിതാവായ ദൈവത്തെ പോലെ, പുത്രനായ മിശിഹായെ പോലെ, പരിശുദ്ധമായ ദൈവത്തെ പോലെ ഞങ്ങളും സ്നേഹത്തിൽ ആരാധനയിൽ ഒന്നായി തീരട്ടെ. കർത്താവെ, കരുണയായിരിക്കണമേ. ലോകം മുഴുവനും മേൽ കരുണയായിരിക്കണമേ. എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. സുഹൃത്തുക്കളുടെ മേൽ കരുണയായിരിക്കണമേ. സ്നേഹിതരുടെ മേൽ കരുണയായിരിക്കണമേ. ഞാൻ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളുടെ മേലും കരുണയായിരിക്കണമേ. ഈ ഭൂമിയിലെ സകല ധാതു ലവണങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കാലാവസ്ഥയുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ തെറ്റുകളെക്കാൾ വലുതാണ്, നിങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം. ഇന്ന് കർത്താവിൻ്റെ സുദിനമാണ്. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നല്ല തമ്പുരാൻ നമ്മളെല്ലാവരെയും തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് അനുഗ്രഹിച്ചിട്ട് കൃപയാൽ നിറയ്ക്കട്ടെ. ആമേൻ.